നിങ്ങൾ ഫീമെയിൽ ഇൻറ്റ്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഫീമെയിൽ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫീമെയിൽസിന് ചില കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ കുറച്ച് കഴിവ് കൂടുതലാണെന്ന് പറയും. നാച്ചുറലി നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പേര് ദീപ. ജസ്റ്റ് ഒന്ന് നോക്കി. ഇതിൽ അറിയാവുന്ന ആളുകൾ കുറവായിരിക്കും അല്ലേ? ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും കൂടുതൽ. ഇതിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച് നോക്കട്ടെ, നമുക്ക് ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണോ? ചൂണ്ടിക്കാണിച്ചോ? സുബിനെ വിശ്വസിക്കാന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, സുബിൻ. ഓക്കെ, സുബിൻ അവിടെ ഇരുന്നാൽ മതി, പേടിക്കൊന്നും വേണ്ട. 8 കവറുകളുണ്ട്. ഈ 8 കവറുകളിലും എന്റെ ബിസിനസ് കാർഡ്സ് ഉണ്ട്. അതെല്ലാം ബ്ലാങ്ക് ആണ്. ഇതിൽ ഒരു കാർഡിൽ മാത്രം സുബിന്റെ പേര് എഴുതണം. ഞാനിപ്പോൾ ഇതിൽ ഒരു കവർ എടുത്ത് തന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരിക്കും ഞാൻ ആ കവറിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട്, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും. സോ ഇതിൽ ഏതെങ്കിലും ഒരു കവർ സെലക്ട് ചെയ്തോളൂ. അതാണോ? ഓക്കെ, റൈറ്റ്. അതിനകത്തുള്ള ബിസിനസ് കാർഡ് എടുക്കുക. അതിനുശേഷം അതിനകത്ത് സുബിൻ എഴുതുക. ഓക്കെ, സുബിൻ എന്ന് എഴുതിയിട്ട് അതിനകത്തേക്ക് തന്നെ വെക്കുക. കൈ വയ്യാത്തത് കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, എഴുതിയിട്ടുണ്ടോ? ഓക്കെ, ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് ആ എൻവലപ്പ് അവിടെ വെക്കാം. യെസ്. ഈ എൻവലപ്പിന്റെ കൂടെ ഞാൻ കുറച്ച് എൻവലപ്പുകൾ കൂടി ആഡ് ചെയ്യാണ് ഇതിനകത്ത് നിന്ന്. ഓക്കെ, സോ 1 2 3 4 4 എൻവലപ്പുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 5 എൻവലപ്പുകൾ ഉണ്ട് അല്ലേ? സോ 1 2 3 4 5. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. നിങ്ങൾ ചെയ്തോളൂ. മിക്സ് ചെയ്തു. ജസ്റ്റ് മിക്സ് ചെയ്തു. ഇവിടെ വാ. മിക്സ് ഇറ്റ് വെൽ. ഇതിലെല്ലാത്തിലും ബിസിനസ് കാർഡ്സ് ഉണ്ട്. ഒന്നിൽ മാത്രം സുബിന്റെ പേര് എഴുതിയിട്ടുണ്ട്. റൈറ്റ്. ഇപ്പൊ ഇതില് സുബിന്റെ പേര് എഴുതിയ എൻവലപ്പ് ഏതാണെന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല. നമുക്ക് 1 2 3 4 5 എൻവലപ്പുകളാണുള്ളത്. ഇതിലൊന്ന് സുബിന്റെ പേര് എഴുതിയിട്ടില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൻവലപ്പുകൾ 5 പേർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞാനല്ല, നിങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സുബിന് കൊടുക്കണം. അത് ഒന്നുകിൽ ഒന്നാമത്തതാവാം, അല്ലെങ്കിൽ രണ്ടാമത്തതാവാം, അല്ലെങ്കിൽ 5ാമത്തതാവാം. 6ാമത്തെ കൊടുക്കാന്ന് വിചാരിക്കുന്നത് 5 എണ്ണേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഏതാണോ സുബിന്റെ പേര് എഴുതിയിട്ടുള്ള എൻവലപ്പ് എന്ന് മനസ്സിൽ തോന്നുന്നത് അത് സുബിന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ടേക്ക് എ ഡീപ് ബ്രെത്ത്, റിലാക്സ് ആൻഡ് യൂസ് യുവർ ഇൻറ്റ്യൂഷൻ. ഒന്നാമത്തെ എൻവലപ്പ് ആർക്കാണ് കൊടുക്കേണ്ടത്? പാർത്ഥിവിനാണോ? ഓക്കെ, പാർത്ഥിവ്, ദിസ് ഈസ് ഫോർ യു. നെക്സ്റ്റ് വൺ കണ്ണാടി വെച്ച ആൾക്കുള്ളതാണ്. ദിസ് ഈസ് ഫോർ യു. അടുത്തത് ഓക്കെ, സദാനന്ദ സാറിനുള്ളതാണ്. അടുത്തത് ഇനി 2 എണ്ണം മാത്രമേ ഉള്ളൂ. അടുത്തത് സുബിനാണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് യുവർ മൊമെന്റ്. ഹിയർ, ദിസ് ഈസ് ഫോർ യു. ഇനി എവിടെയാണ്? കുഞ്ഞിന്റെ പിറകിലുള്ള ആൾക്ക്. ഓക്കെ, റൈറ്റ്. എൻവലപ്പ് കിട്ടിയിട്ടുള്ളവരൊന്ന് എഴുന്നേറ്റിക്കാവോ? സോ 5 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സുബിന്റെ പേര് എഴുതിയ കവർ തന്നെ സുബിന് കിട്ടാൻ എത്രത്തോളം ചാൻസ് ഉണ്ട്? എത്ര ശതമാനം പോസിബിലിറ്റി ഉണ്ട്? ചാൻസേ ഇല്ല. നല്ല കോൺഫിഡൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം സർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അതിനകത്ത് എന്തെങ്കിലും പേര് എഴുതിയ കാർഡാണോ? അല്ല. ഓക്കെ, സോ കാർഡ് കയ്യിൽ വെക്കുക. അതെന്റെ ബിസിനസ് കാർഡാണ്, അത് കയ്യിൽ വെച്ചു. കവർ മാത്രം തിരിച്ചു തന്നാൽ മതി. അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. സർ, അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. സോ ഫാർ സോ ഗുഡ്. എൻവലപ്പ് തിരിച്ചു തരാം. കാർഡ് കയ്യിൽ വെക്കാം. ആൻഡ് ഹിയർ ഇനി 50-50 ചാൻസ് ആണ്. അതിലും ഇല്ല. ഇനി 5ാമത്തതിലും ബ്ലാങ്ക് ആണോ എന്ന് അറിയില്ല. തുറന്നു നോക്കി. That's your name, right? Thank you. Thanks so much. കാർഡ് കയ്യിൽ വെച്ചു. So this clap is for you. So you are very intuitive. Thank you so much. Thank you for coming. Thank you for participating. Please get back. Thank you.